പാർട്ട് 2 ആണ്. ഇതെന്താ ഈ വണ്ടി നിൽക്കുന്നില്ല? എൻ്റെ പൊന്നട, നീ ആ പ്രേതത്തിന് അണ്ണാക്കി കയറി കൊടുക്കുക കേട്ടോ ഗൈസ്. നമുക്ക് സ്റ്റാമിനയല്ല, എന്ത് ചെയ്യാനാ? ഈ ഓട്ടോ ഇല്ല, മോട്ടോ ഇല്ല, ഹെലികോപ്റ്റർ എടുത്താലോ? വിധിയായിക്കാൻ പറ്റുമോ? ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റി നിന്നാൽ മതി. ഇതാണ് എന്ത് കരപ്പിന് മേലാണോ ഞാൻ അങ്ങോട്ട് പോയത്. അതെ, ഓട്ടോ കയറിപ്പോന്നു. തിരിച്ചോ. ഈ എൻ്റെ ദൈവമേ, ഒന്ന് നിൽക്കടാ ചെറുക്കാ, ഞാൻ നിൻ്റെ യജമാനാടാ. ഇതാണ് ഗൈസ് ഡെയിലി കാശ് കൊണ്ട് ഏറ്റവും വലിയ കാര്യം. കട ഒരു മാപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഗുണം. ബാക്കിയെല്ലാം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഗുണ പണ്ട് കത്തിക്കാനും പറ്റത്തില്ല. ബൂസ്റ്റൊക്കെ വെക്കണം. പക്ഷേ നമുക്ക് മാറിയാൽ എന്തു പറയുന്നു? കഴിഞ്ഞ കൂടി കുഞ്ഞായിപ്പോയല്ലേ, ചത്ത്. എന്നാ മേരി ഇതൊക്കെ കൂണ. വണ്ടി അവിടെ പെട്ടു. പുള്ളി വണ്ടി കയറി. ഭാഗ്യത്തിന് എഞ്ചിനൊന്നും അടിച്ചു പോയില്ല. ഇവിടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇയാൾ സാലറി കൊടുക്കുന്ന 13 പേർക്ക്. ഞാൻ ആദ്യം ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. വീടിൻ്റെ പാത്രം ഇവിടെ കൊണ്ട് വെച്ചിരിക്കണോ? ഇദ്ദേഹം കരപ്പെടുന്നത്. ചേട്ടാ പൈസ. നീ വന്നോ? എടുക്ക്. അവിടെ വെച്ചിരിക്കണം എൻ്റെ ഇതോ? അതന്നെ എൻ്റെ വാപ്പിക്ക് വെച്ചിരിക്കണം. അതും കൂടി എടുക്കുക. ഇതെടുത്തോട്ടെ. എടാ അതവിടെ വെക്കടാ പട്ടി. അങ്ങോട്ടും എന്നാ ശരി ചേട്ടാ, ഞാൻ പോകുന്നു. ഈ വണ്ടി എടുത്തോട്ടെ. എടുത്തോ, ഞാൻ എന്നാ ഉണ്ടാക്കണത്? എടുത്തോണ്ട് പോ. ഇത് കൊള്ളാലോ. ഞാൻ ഒറ്റത്തൊണ്ടൊക്കെ പറഞ്ഞ ഊമ്പി. ഇയാൾ സത്യം പറഞ്ഞ ഒറ്റത്തന്തൊക്കെ പറഞ്ഞാണെങ്കിൽ ഇതിനെ പുറത്തിറക്കാന്ന് പറഞ്ഞ. ഈ ഹോട്ടല് അവരുടെ കമ്പനിക്കാരുടെ നമ്മൾ രാവിലെ കഴിച്ച ഫുഡിൻ്റെ ആവശ്യം എടുത്ത കേട്ടോ. സാലറി ഒന്നുമില്ല, ചുമ്മാ. പിന്നെ രാവിലെ കഴിച്ച ഫുഡിൻ്റെ ബാക്കി പൈസ ഉണ്ടായിരുന്നു, അതെടുത്ത. പിന്നെ ഇത് മേടിച്ച ഫുഡിൻ്റെ ഇവരുടെ കയ്യിലൊക്കെ കൊടുത്താണ് എനിക്ക്. ചേട്ടാ എൻ്റെ സാലറി എടുക്കണാപ്പില്ലേ? ഇവരൊക്കെ പൈസ ഇങ്ങനെ ഉണ്ട് വെച്ചിരിക്കണം. അവരുടെ സ്ഥലം ഞാൻ ഇന്ന് തുടച്ചു കൊടുത്തത്. അല്ല എന്നാ തൊണ്ട കിച്ച്. നമ്മൾ 1 million to 2 million അടിക്കുന്ന കണ്ടന്റുള്ള വീഡിയോ കണ്ടന്റ്. ഫോട്ടോ അടിച്ചു. ആകെയുള്ളത് ഈ വീഡിയോ മാത്രം. കഥടക്ക്. ഞാനിത് പാതിയോളം മുറിയിൽ സ്വിച്ചും TV ഒന്നുമില്ല. TV ഉണ്ട്, ഇത് കാണിച്ചു തരാം. TV ഉണ്ട്, കണ്ടോ? അങ്ങനെ ഞാൻ ഓഫ് ചെയ്യോ? ഇതുണ്ടോ? എക്സിറ്റ്. TVക്കത് സിഗ്നലും ഇല്ല. യെസ്, കഥർക്ക്. അയ്യോ, കഥടക്കാൻ പറഞ്ഞേ, അടച്ചു. കുറ്റിയൊക്കെ ഇട്ടുണ്ടല്ലോ, ലൈറ്റ് ഓണൊക്കെ. ഇവിടെ മാത്രം കരണ്ടുണ്ട്, അതാണ്. ഒന്നും മങ്ങിക്കല്ലേ. ലൈറ്റ് അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ജീവിതമൊക്കെ നിർത്താം. മടുത്തിയാൻ. യെസ്, പിന്നെ പഴയതുപോലെയൊന്നുമില്ല. ഞാൻ ജീവിതം മാറ്റാൻ പോവാം. എൻ്റെ പുതിയ ജന്മം. ഞാൻ കണ്ട സ്വപ്നം, അതാണ് എന്നെ മാറ്റാത്ത പ്രൈവറ്റ് അണ്ണാക്കിലും കൂടാച്ച പേര് കോപ്പ് പ്രേരിപ്പിക്കുന്നത്. എനിക്ക് ഈ വണ്ടിയൊന്നും വേണ്ട. ഞാൻ എന്ത് ചെയ്താലും ഇതിന് കുറ്റം. ഓട്ടോക്കാരെ കളിയാക്കുന്ന ഓരോരുത്തരും ഇനിയും ആലോചിക്കും 100 തവണ എൻ്റെ പേരിൽ. ഈ വണ്ടികളല്ലോ ചത്ത്. അതിൻ്റെ മുമ്പ് ഇത്രയും മാസമൊക്കെ കാണിച്ചു എൻ്റെ മുമ്പ് ഇങ്ങനെ കിട്ടിയ സാലറി വെച്ച് ഗൈസ്. ഇപ്പം എന്നാ മേരാണോ ഗൈസ്? നല്ല മനസ്സിലെല്ലാം അതുകൊണ്ടൊരു കൈബലത്തിനൊരു പ്രിസ്റ്റർ. അതെ, 80 ബുള്ളറ്റ്. എന്തടാ പോയിട്ട് പേടിയില്ലടാ? എന്നടാ
ഏ ഏ ഏ എടാ നിനക്കെന്നെ പേടിയുണ്ടടാ പേടിയുണ്ടടാ അല്ലേ നെറ്റിക്ക് വെച്ച് കൊടുക്കുക ആദ്യം ട്രെയിൻ ചെയ്യണമല്ലോ. യെസ് ഐ കിൽ ഹിം. ഓ ട്രെയിനറിനെ കൊന്ന വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ. ഇപ്പം മനസ്സിലായി. ഡിപ്പൂർ ഗൈ കാശില്ല തുമ്പി ചുമ്മാ ബുള്ളറ്റ് വേസ്റ്റ്. ഇതപ്പോൾ ഇതെങ്ങനെ എടുക്കാം? ബോംബ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ബോംബ്. പൈസ കുറഞ്ഞു 60 രൂപ 30 രൂപ പോലും ഇല്ലാത്ത പൂച്ചക്കാരനായിരുന്നു ഞാൻ. ഇന്ന് എന്താണ്ടൊക്കെ നമ്മളെല്ലോ ഗുണ്ടയാകുമ്പോൾ ഗുണ്ട ഇവൻ്റെ ഇടയിൽ കയറാം. എടാ പൈസടാ അയ്യോ സോറി പൈസടാ അണ്ണനാ പറഞ്ഞ പൈസടാ. നീ ആളെ കളിപ്പിക്കണേ. എന്നാ അയ്യോ കൊടുക്കുകയോ പാത്തിൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. എന്ത് ചെയ്യാനാ ചുമ്മാ വിളിച്ചു. എന്ത് ചെയ്യാനാ ഹെൽപ്പ് ചെയ്യല്ലേ, അതേ ഉള്ളൊരു വഴി. ഇതൊക്കെ എടുത്തൊക്കെ കളഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം. പാവം എന്ത് ചെയ്യാനാ, ഞാനിത് എറിഞ്ഞില്ലായിരുന്നു പൈസ ഇരുന്ന്. അമ്മയും മയിലും എന്നെ ഇതാ ഗെയിം കളിക്കാൻ പറ്റുമോ? ഇല്ല ഒന്നും കേൾക്കണം. അപ്പോൾ കണ്ണെടുക്ക് ഇവൻ്റെ ഒക്കെ എടുത്ത് ഇവൻ്റെ ഒക്കെ പുറകിൽ നിന്ന് ഓടിയേക്ക. ഞാൻ പൈസ എടുക്കുമ്പോൾ ഇവൻ പുറകിൽ നിന്ന് പറഞ്ഞല്ലേ പറയണേ. ഇച്ചിരി പൊക്കം കൂടുതലാണേ. ഇങ്ങോട്ട് കയറട്ടെ. അവനെ കോണം പോലും പറ്റുന്നില്ലല്ലോ. പൊക്കം കുറവ്. ഇവൻ ഇവിടെ വെച്ചിരുന്ന് പൈസ തരണേ. ആടാ എനിക്കിപ്പോൾ എന്നെ കണ്ടിട്ട് എന്താടാ പേടി തന്നോ? എന്നാടാ പോലീസ് ചലഞ്ചർ UK ഗെയിം, അതുകൊണ്ട് എല്ലാ വണ്ടീൻ്റെ പേരും എനിക്കറിയാം. ഇത് നമ്മളിപ്പോൾ UK യിലാണെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ. അയ്യോ ചത്ത്. ഗൈസ് നമ്മൾ വാണ്ടഡ് ക്രിമിനലല്ല, അൺവാണ്ടഡ് ക്രിമിനലാ. സോറി ഡയലോഗ് മറപ്പില്ല. തിരിച്ചിറങ്ങാം. തിരിച്ചിറങ്ങിയ ചരിത്രമില്ലടാ. ഇറങ്ങി കയറിപ്പോടാ. മലകുമ്പി വലിയ മാസമാണ് ചേറി തന്നെ തിരിച്ചു പോകാം കൊപ്പ്. അതായത് നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ എവിടെയോ ഒരു മിലിറ്ററി ബേസ് ഉണ്ട്. മിലിറ്ററി ബേസ് അല്ല, ഏരിയ തന്നെ. എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ? ഏരിയ 46. ഏരിയ 46. ഇത് 7 അല്ല, 46 ആണോ 48 ആയിരുന്നു? 48. നമ്മൾ ഏരിയ 48 കൊണ്ടുപോയി ബോംബിടാൻ പോവാ. പറഞ്ഞതിൻ്റെ ബോംബില്ലല്ലോ മുമ്പി. അന്ന് അവിടുത്തെ ടാങ്ക് അടിച്ച് മാറ്റാം. അല്ലാതെ പിന്നെ ഞാൻ ആരാണ് ഈ കൊണ്ടച്ചി മക്കളൊക്കെ അറിയട്ടെ എന്ന്. ഒരു ഓട്ടക്കാരന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാനും ചെയ്യും. ഞാൻ വണ്ടി എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ബൈക്കൊന്നുമില്ല. നല്ല പ്രീമിയം ലുക്കുള്ള വണ്ടി. യെസ് ഗൈസ്, ദിസ് വണ്ടി we can drive this വണ്ടി. അമേസിങ്. ലുക്കിംഗ് ലൈക്ക് അംബാസിഡർ പറക്ക് മച്ചാനെ. ലുക്കിംഗ് ലൈക്ക് ഗോഡ്. അമേസിങ്. പോടെ പുല്ലേ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ മൊണ്ട അടിപൊളി വണ്ടി. മൊണ്ട കയറിയിട്ടുള്ളൂ. ഇല്ല പരിപാടി എന്ത് ചെയ്യും നമ്മളിപ്പോൾ? പോടാ നമ്മൾ എന്ത് ഇപ്പോൾ ഹെലികോപ്റ്റർ എടുക്കാമല്ലോ. പിടിച്ച് ഞങ്ങൾക്ക് ടാങ്ക് തന്നെ എടുക്കാം. പോകും ഈ വണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ട്. നല്ല ലുക്കുള്ള വണ്ടി മോനെ, സെറ്റ് കാര്യം. ഞാൻ പൊള്ളാരും പറയല്ലോ മോനെ, പൊളി വണ്ടി. പക്ഷേ മൊണ്ടയിൽ കയറാൻ പറ്റില്ല, അത് ഏറ്റവും വലിയ കൂപ്പ്. വരിയെന്ന് പറഞ്ഞാൽ ഇതാരിപ്പോൾ വിളിക്കുന്നു ആവില്ലേ മൈനൻ മാറിപ്പോടാ ഉണ്ടച്ചി മോനെ. അല്ല ആള് മാറിപ്പോയി.
ഇത് നമ്മുടെ വണ്ടിയാണല്ലോ. തനിക്കൊന്നും വേറെ പണിയില്ലേടെ എൻ്റെ വെച്ചിട്ട് ഓടെ കൊണ്ടച്ചു മോനെ. എൻ്റെ അമ്മോ കുണ്ണെ കുത്തി. എന്നോടാ കളി വല്ലയില്ലാത്തവര്, പക്ഷേ തന്തയില്ലാത്തവര്. എൻ്റെ അമ്മോ എവിടെ എന്നാ മേലടാ ചത്തോ? എന്താ ഇപ്പം സംഭവിച്ചേ? എന്നാ മീര എന്തോടെ നമ്മൾ ചത്തോ? ആ ചത്തൊന്നുമില്ല ഭാഗ്യം. ടാങ്ക് ഒന്ന് ചെറുതോട്ടൊന്ന് യെസ് യെസ് ടാർഗറ്റൊക്കെ കിട്ടി. ഇങ്ങോട്ട് മാറിക്കതൻ. കിട്ടി, കാര്യം പിടി കിട്ടി. എൻ്റെ പൊന്നടവും എന്നെയൊക്കെ ഒന്ന് വിട്ടിട്ട് പോയിക്കൂടാ നിനക്കൊക്കെ. എടാ തനിക്ക് ഇതിൻ്റെ വെച്ച് എൻ്റെ അമ്മ ഇവൻ്റെ ഇതൊക്കെ എന്തോടെ. ഇംഗ്ലണ്ട് പോരെ ഇന്ത്യ തന്നെ ബെസ്റ്റ്. ഇന്ത്യൻ്റെ അകത്തൊന്നും ബുള്ളറ്റ് കയറി എടുത്തില്ല, ഇതുപോലെ ഊമ്പിത്തരം കാണിക്കത്തില്ല ഒരു പുണ്ടച്ച മക്കളും. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ മിസൈൽ വിടാൻ പറ്റും? ഇതൊരു ഡയറക്ഷന് മാത്രമേ മിസൈൽ കൊടുത്തുള്ളൂ. പിന്നെ എന്നെ അങ്ങനെ ഇതൊക്കെ എടുത്തുകൊണ്ട് തന്നെ ചുമ്മാ റിസ്കിനു മയില്. ഇവിടെ മാറിപ്പോണ കുണ്ണെ. ടാർഗറ്റ് യെസ്. അങ്ങനെ വാണം വിട്ട് കളിക്കുക, അത്രയേ ഉള്ളൂ കളി. പക്ഷേ ഞാൻ വലിയ മോശമാണെന്നൊക്കെ കരുതി എടുത്തുകൊണ്ടാണല്ലോ. വാണം ഇവിടെ മാറാ ബുണ്ടക്കൽ ശേഖര. ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നല്ലേ. പക്ഷെ എന്തൊക്കെയായിരുന്നു ഒരു സ്വപ്നം. മിലിറ്ററി ബേസിൽ നിന്ന് ടാങ്ക് എടുക്കണേ, മറ്റേ എടുക്കണേ, പറ എടുക്കണേ. നല്ല ഉറക്കം മതി. വണ്ടി എടുത്തിട്ട് നാട്ടിലെല്ലാം കറങ്ങാൻ പോകും. വലിയ ഗുണ്ടയാണത്, ഗോതമ്പുണ്ട. പാറി ഇനി എന്നെ മുഞ്ചാൻ ഇനി ഇങ്ങോട്ടൊക്കെ പോനെ. പക്ഷെ അവസാനം എന്തിനാ ഞാൻ ഫോണ്ടയിലൊക്കെ കണ്ടേ, ആർക്കറിയാം. ഈ എന്നെ മുഞ്ചാനടിക്കുമോ? യെസ് കറക്റ്റ്. ജസ്റ്റ് മിസ് മോനെ. ഇനി മുമ്പ് പോയി മൈനൊക്കെ എന്നാടാ കാണത്തോണ്ട്.